വെൽക്കം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. ഇനി കാര്യങ്ങൾ വിശദമായിട്ടൊക്കെ പറ. ഒരു സമാധാനവും തരില്ല സാറേ. വെള്ളം അടിച്ച് ഭയങ്കര പ്രശ്നമാണ്. ബാറ് കൂട്ടിയ പിന്നെ മുഴുവൻ കലിപ്പ് ഞങ്ങളോടാ തീർന്നു. വെള്ളം അടിച്ച് രാവിലെ 2 അടിച്ചിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കറക്റ്റായിട്ട് ഇവന്മാരുടെ വായി തന്നെ ചാടി കൊടുത്തു. കേസാക്കിയ ഇല്ല, കാശ് കൊടുത്താ ഊരാം. അതിനാ നിന്നെ വിളിപ്പിച്ചത്. അതിന് എന്റെ കാശൊന്നുമില്ല. ഉള്ളത് താടാ. എടാ വൈകിട്ട് തരാന്ന് പറഞ്ഞില്ലേ? ചോദിച്ചടാ, ശീതലിനെ ആശുപത്രിയിലാക്കാൻ വെച്ചിരിക്കുന്ന കാശാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. എനിക്കറിയാമടാ. സർക്കാർ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിന് എന്തിനാടാ കാശ്? അവര് കാശ് ഇങ്ങോട്ട് തരും. നിന്നല്ലേ ഇന്നലെ ടി വി കാണിച്ചത്? അതെ. നിന്റെ നാടെവിടെയാണ്? ജാർഖണ്ഡ്. വാ ഇങ്ങോട്ട് വാടാ, കിടന്ന് കൊതറാതെ വാടാ. സോമൻ സാറെ, ഒരു മാവോയിസ്റ്റിനെ കൂടി കിട്ടിയിട്ടുണ്ട്. അകത്തേക്ക് വിട്ടേ. ചെല്ല്, ചെന്ന് കിട്ടണ മുഴുവൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അച്ഛാദിൻ ചെല്ല്. സാറേ, അവനെ എന്തിനാ അകത്തേക്ക് കൊണ്ടുപോയത്? താനവന്റെ ആരാ? ഞങ്ങൾ കൂട്ടുകാരാ. എന്നാ ആ കൂട്ട് ഇന്നത്തോടെ നിർത്തിക്കൊള്ളാം. അതാ തനിക്ക് നല്ലത്. എന്താ സാറേ കുഴപ്പം? എടോ, ഈ ജാർഖണ്ഡിൽ നിന്ന് ബീഹാറിൽ നിന്നുള്ളവന്മാരെ ഇവിടെ മാവോയിസ്റ്റുകൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ നാളെ ഞങ്ങൾ പോലീസുകാർക്ക് തലവേദനയാവും. മുളയിലെ നുള്ളണം. എസ്ഐ സാർ അകത്ത് നുള്ളണേണ്. മാവോയിസ്റ്റ് ആണോ? അല്ലടാ മാവോയിസ്റ്റ്. അടുത്തേക്ക് വാടാ. നീ ആരടാ? ഷാരൂഖ് ഖാനാ? കഴുത്തി ഷാളൊക്കെ ചുറ്റി നടക്കാൻ. അഴിച്ചു മാറ്റടാ നിന്റെ പൊന്നാടാ. ഇവനെ കണ്ടിട്ട് ഒരു വരത്തന്റെ ലുക്കില്ലല്ലോ സാറേ. എവിടെ നിന്ന് കിട്ടിയടാ ഈ വേഷം? എന്റെ ഭാര്യക്ക് ഞാൻ ഇതിടുന്നതാണ് സാറേ ഇഷ്ടം. നല്ല ഡ്രസ് സെൻസ് ഉള്ള ഭാര്യ അല്ല സാറേ? എടാ സത്യം പറ, നീ മാവോയിസ്റ്റ് ആണോ? അല്ല സാറേ. ആവരുത്. ഈ സോമൻ സാറിന്റെ ഒരു കാര്യം. ബീഹാറും ബംഗാളും പോലെയല്ല കേരളം. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഇവിടെ കിടന്ന് പഴപ്പണിച്ചോണ്ടല്ലോ നിന്റെയൊക്കെ നട്ടലുരിഞ്ഞ അത്തകളോടും കേക്കടാ. ആരാം സാധേ പറഞ്ഞു കേട്ടില്ല. സാറ് പറഞ്ഞേക്കാതെ ഇവിടെ അങ്ങനെ നടന്ന നിന്നെയൊക്കെ ചവിട്ടിക്കൂട്ടി നിന്നെയൊക്കെ നട്ടല് ഞാൻ ഓടിക്കും. സാറിന്റെ അല്ല. എല്ലാരും പൊക്കോ പൊക്കോ. നീയും ചാടാ. മലയാളം വായിക്കാനും എഴുതാനും പഠിച്ചു. എല്ലാ ഓണത്തിനും പൂക്കളും ഇടും. മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും സിനിമ ഇറങ്ങുന്ന ദിവസം കാണും. ഈ നാടിനെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. पर हमें सब यहाँ बाहर का समझते, कोई हमें अपना नहीं मानता. മലയാളത്തിൽ പറ. അവൻ മലയാളം പഠിക്കട്ടെ. നമ്മുടെ മോൻ മലയാളം പഠിക്കണം. നമ്മൾ പെട്ട കഷ്ടപ്പാടൊന്നും അവനുണ്ടാവില്ല. നീ നോക്കിക്കോ. എന്താടാ ചവിട്ടി. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദുതന്റെ നിലാവോ. നാട്ടിലൂടെ കളിയാടിയോടും ഇരുചക്രമുള്ള ശകടം, അതിലേറ്റിടുന്ന പുതു പൊൻകിനാക്കളതും എന്തു വർണ്ണ ശബളം. വളവുണ്ടേ തിരിവുണ്ടേ പാതാളക്കുഴിയുണ്ടേ, അത് താണ്ടിട്ടപ്പുറമെത്താൻ നീയൊരു ജീവിത സഞ്ചാരം. നാട്ടിലൂടെ കളിയാടിയോടും ഇരുചക്രമുള്ള ശകടം, അതിലേറ്റിടുന്ന പുതു പൊൻകിനാക്കളതും എന്തു വർണ്ണ ശബളം.
പറക്കും മോഹവിമാനമിരമ്പണ നീലാകാശം, നിരത്തിൽ വേരുപിടിച്ചു കിടക്കണ വാഹനജാലം. തൂണിമീതെ പാലം, പാലം മീതെ പാളം, അതിനു മുകളിൽ ഒരു പുതിയ ജലനം. അതിൽ കാലത്തിന്റെ താളം, മാറ്റത്തിന്റെ ചൂളം, വളരുന്ന ഗരമതിനിടയിൽ ഇടവഴിയിൽ ഇറ്റുകിനാവുകൾ ചേർത്തു പിടിച്ചൊരു സഞ്ചാരം, കല്ലലറിഞ്ഞൊരു സഞ്ചാരം. നാട്ടിലൂടെ കളിയാടിയോടും ഇരുചക്രമുള്ള ശകടം, അതിലേറ്റിടുന്ന പുതു പൊൻകിനാക്കളതും എന്തു വർണ്ണ ശബളം. തനിച്ചി പാതയിലൂടിനിയോടണം ഒരു പിടി ദൂരം, തിരക്കിൽ ഇല്ലയൊരാൾക്കും ഒരിത്തിരി പരിചയഭാവം. പിറന്നൊരു നാടും മറന്നിങ്ങ് കൂടും ഇവനു നഗരം, ഇതൊരഭയം. ഇവിടെയിളം തുളിരുള്ള കാറ്റും കടലിന്റെ പാട്ടും, കരളു കഴുകി തുണയരുളിയൊഴുകും. അതിൽ നല്ല ദിനം വരുമെന്ന പ്രതീക്ഷകൾ നെഞ്ചോരം ചേർത്തു പിടിച്ചൊരു സഞ്ചാരം. നാട്ടിലൂടെ കളിയാടിയോടും ഇരുചക്രമുള്ള ശകടം, അതിലേറ്റിടുന്ന പുതു പൊൻകിനാക്കളതും എന്തു വർണ്ണ ശബളം. വളവുണ്ടേ തിരിവുണ്ടേ പാതാളക്കുഴിയുണ്ടേ, അത് താണ്ടിട്ടപ്പുറമെത്താൻ ഈ ഒരു ജീവിത സഞ്ചാരം. ഒന്ന് 3 പേരും ഉണ്ടല്ലോ. എന്താ എല്ലാ പടത്തിലും പോലീസാണ്? കഴിഞ്ഞ പോലീസ് റോൾ ദുൽഖർ இது நம்ம லாலட்டம் படம் ஒரு சின்ன பிக்கெட்டிங் சீன் அண்ணே நீங்க எங்க போற ഞങ്ങൾ ആശുപത്രി പോവാ. അപ്പൊ ശരിയണ്ണേ, ഇപ്പൊ പോയില്ലെങ്കിൽ രാവിലത്തെ മുട്ടക്കറി അപ്പം മിസ്സാവും. ബ്ലഡ് യൂറിൻ ഏതാവത് തേവപ്പെട്ടാ കൂപ്പിടുങ്ങണ്ണേ. അപ്പൊ ശരിയണ്ണേ, பார்க்கலாம் அண்ணே. ഓ തന്നേ തീരൂ, തന്നേ തീരൂ, സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ. 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 തന്നേ തീരൂ, തന്നേ തീരൂ, സ്വകാര്യ പ്രാക്ടീസ്. ഇവിടെ എന്താ പ്രശ്നം? കണ്ടില്ലേ, ഇന്ന് 6 മണി വരെ കേരളത്തിലെ കംപ്ലീറ്റ് സർക്കാർ ഡോക്ടർമാരും സമരത്തിലാണ്. ഞങ്ങളോട് ഇന്ന് ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ഏത് ഡോക്ടർ? ശിവദാസൻ ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ്. കൊള്ളാം, അങ്ങേരല്ലേ ആ ഡോക്ടർമാരെ സമരത്തിന്റെ നേതാവ്? തന്നേ തീരൂ, തന്നേ തീരൂ, സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ. ദേ അവിടെ പോയിരുന്നോ, ഡോക്ടർമാരുടെ സമരത്തിനെതിരായിട്ടേ രോഗികളുടെ സമരം നടക്കുക. മോളി ചേച്ചിയാണ് നിങ്ങളുടെ നേതാവ്. തന്നേ തീരൂ, തന്നേ തീരൂ, തന്നേ തീരൂ, തന്നേ തീരൂ. തന്നേ തീരൂ, തന്നേ തീരൂ, സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ. മരുന്ന് ഞങ്ങൾക്ക് തന്നേ തീരൂ. സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ. മരുന്ന് ഞങ്ങൾക്ക് തന്നേ തീരൂ. തന്നേ തീരൂ, തന്നേ തീരൂ, സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ. തന്നേ തീരൂ, തന്നേ തീരൂ, മരുന്ന് ഞങ്ങൾക്ക് തന്നേ തീരൂ. ഇനി എന്നെ തൊണ്ട വയ്യ, ആരെങ്കിലും വിളിക്ക്. നാട്ടിലെ പ്രൈവറ്റ് ആസ്പത്രി പട്ടി വരണ പോലെ പെരുകണത്. അന്ന് ഇന്ന് സർക്കാർ ആസ്പത്രി എണ്ണ അത് തന്നെ. സ്വകാര്യ പ്രാക്ടീസ് ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റില്ലാത്ത ഉളുമ്പ് സർക്കാരും അതിന് പറ്റിയ ഒരു ഡാക്കാട്ടന്മാരും തന്നേ തീരൂ, തന്നേ. എന്താണ് മക്കളുടെ പേര്? എന്റെ പേര് ദുർഗ, ഇത് ശീതളും. മോന്റെ നാട് എവിടെയാണ്? ജാർഖണ്ഡ്. ആ, അവിടെ എന്റെ നാത്തിന്റെ വാള കൊടുത്തിട്ടുണ്ട്. കാക്കനാട് എവിടെയാണ്? കാക്കനാടല്ല, ജാർഖണ്ഡ്, നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലത്തിന്റെ പേരാ. ആണാ? എനിക്ക് തമിഴ്നാട്ടിലെ സ്ഥലങ്ങളൊന്നും അറിയാൻ പാടില്ല കേട്ടാ. അയ്യോ ശീതൾ, ശീതൾ. മോനെ ദുർഗേ, ഇത് സീൻ കോൺഗ്രേട്ടാ. നീ പോയ സമരക്കാട് പെട്ടെന്ന് നിങ്ങൾ വരാൻ പറ. ചേച്ചി ഒന്ന് നോക്കിക്കോളൂ. ആ മോളെ, മോളെ. അയ്യോ തന്നേ തീരൂ, തന്നേ തീരൂ, സ്വകാര്യ. ഡോക്ടർ, എന്റെ ഭാര്യക്ക് തീരെ സുഖമില്ല. തന്നേ തീരൂ, തന്നേ തീരൂ, സ്വകാര്യ പ്രാക്ടീസ് തന്നേ. ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് സമാധാനമായിട്ടൊന്ന് സമരം ചെയ്തോട്ടെ. മാറി നിൽക്കേ, അങ്ങോട്ടൊന്ന് മാറി നിൽക്കേ. മാറാൻ പേഷ്യന്റിനകത്തേക്ക് കിടത്തിക്കുന്നു. പൊക്കോ പൊക്കോ.
യു ചീറ്റ്. സമരം വിളിക്കാൻ നോക്കുന്നോ? സർ, ഷീ ഈസ് ബ്ലീഡിംഗ്. ഐ ഹാവ് ടു അറ്റൻഡ് ഹർ. സർ, വരൻ. സർ, പ്ലീസ് സർ. Come on. നിങ്ങൾ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഷീ ഈസ് വെരി ക്രിട്ടിക്കൽ. വേഗം, ഒട്ടും സമയം കളയരുത്. സർ